കെ റെയിൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കില്ല എന്നിപ്പോൾ വി ഡി സതീശൻ പറഞ്ഞു. അതൊരിക്കലും നടപ്പിലാകില്ല എന്ന് പിണറായി വിജയൻ ഒഴികെ കേരളത്തിലെ സകല മനുഷ്യർക്കും അറിയാമായിരുന്നു എന്നുള്ളതാണ്. അനിവാര്യമായൊരു തീരുമാനം ഇപ്പോൾ അതൊരു പേപ്പറിൽ എടുത്തു എന്നല്ലേ ഉള്ളൂ, അത് എന്തെങ്കിലും നടപ്പിലാവുമായിരുന്നു? ഇല്ല. കേരയിൽ സ്വന്തമായിട്ട് റെയിൽ, സ്വന്തമായിട്ട് അച്ചുകൂടം, സ്വന്തമായിട്ട് കമ്മട്ടം, ഇതൊക്കെ ഇരുന്ന് ഈ പിണറായി ഭരണത്തിൻ്റെ വികലമായ കാര്യങ്ങളിൽ ചിലതാണിതൊക്കെ. കാരണം നമുക്ക് എന്തുകൊണ്ട് സ്വന്തമായിട്ട് കടപ്പത്രമൊക്കെ ഇടത്തി കാശ് പിരിക്കുക. കാരണം ഇനി സ്വന്തമായിട്ട് നോട്ടച്ചടിച്ച് കിടക്കുക. കാരണം അത് വളരെ വിചിത്രമായൊരു കാര്യം പറഞ്ഞത് ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്ന ഡോക്ടർ ഐസക് പറഞ്ഞത്, അതിനെന്താ പ്രശ്നം, കുറച്ച് പണം അങ്ങോട്ട് അടിച്ചെടുത്താൽ പോരെ എന്ന് പറയുന്നു. പണത്തിൻ്റെ ക്ഷാമമൊന്നുമില്ല, പണം അടിച്ചെടുത്താൽ പോരെ എന്ന് പറയുന്നു. ഇത്ര ഇറസ്പോൺസിബിളായിട്ടൊക്കെ പറഞ്ഞതെന്ന് ആ പാവത്തെ കൊണ്ട്, ഈ പിണറായി വിജയനെ പോലുള്ള ഒരാളെ കൊണ്ട് ഈ ഇവറ്റകളെല്ലാം കൂടി വെള്ളത്തിൽ ചാടിച്ചാണ് അത്. അല്ലാതെ കീറയിൽ അതെല്ലാം പറഞ്ഞ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്നതൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് അത് പിന്നെ അത് വഷളായി തീർന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറിയുമായിട്ട് ഗോവിന്ദൻ വന്നതോടുകൂടി കേരയിൽ ഒരു ലോഫിംഗ് സ്റ്റോക്കായിട്ട് മാറി. എല്ലാവരും പരിഹസിച്ചുകൊണ്ടിരുന്നൊരു സാധനമാണ്. പിന്നെ അത് മാത്രവുമല്ല, കേരയിൽ പോലുള്ളൊരു കാര്യം ഇപ്പോൾ കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് വേണോ എന്നുള്ള ചോദ്യം വീണ്ടും നമുക്ക് ഉന്നയിക്കാതിരിക്കാൻ പറ്റില്ല. നമുക്ക് നിലവിലുള്ള റെയിൽവേ ട്രാക്കിലൂടെ വളരെ വേഗതയിൽ പോകുന്ന തീവണ്ടികൾ ഓടിച്ചാൽ തന്നെ നമുക്ക് ഈ 600 കിലോമീറ്റർ എത്തേണ്ട ഒരു ദൂരത്തിലാണല്ലോ പ്രശ്നം കിടക്കുന്നത്. അതിപ്പോൾ ഒരു 100, 120, 150 കിലോമീറ്റർ വേഗതയിൽ പോകാവുന്ന തീവണ്ടി, എനിക്കതിൻ്റെ സാങ്കേതികത്വം അറിയില്ല, എന്തായാലും 100-ന് അപ്പുറത്തേക്ക് പോകാൻ പറ്റുമല്ലോ. 100-ഉം 130-ഉം 140-ഒക്കെ ഇപ്പം തന്നെ പോകുന്നുണ്ടെന്നാണ് നമ്മൾ ഈ വന്ദേ ഭാരതിൽ സഞ്ചരിക്കുമ്പോൾ ഇതിൻ്റെ സ്പീഡ് എഴുതി കാണിക്കും. അപ്പോൾ അത് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള തീവണ്ടികൾ ഓടിച്ചാൽ തന്നെ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്ക് എത്താൻ, കാസർഗോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്താനും കഷ്ടി ഒരു 4.5 മണിക്കൂർ മതി. ഇത് നമുക്കിപ്പോൾ നിലവിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിൽ ചെയ്യാവുന്നതാണ്. അതിനാണ് ഈ ലോകം മുഴുവൻ നടന്ന് മഞ്ഞക്കുറ്റി അടിക്കുക, അതിനുശേഷം ആളുകളുടെ ബഹളം വെക്കുക, വയൽ കയ്യേറുക, ഇങ്ങനെ ഒരുപാട് നാടകങ്ങൾ നടത്തി. കാരണം താനൊരു പുതിയ തരത്തിലുള്ളൊരു വികസനം കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞിട്ട്. ഒരുപക്ഷെ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കെ കരുണാകരനായിരിക്കണം. കാരണം കരുണാകരൻ ഈ അന്താരാഷ്ട്ര വിമാനത്താവളം കൊണ്ടുവരുമ്പോൾ അവിടുത്തെ വയൽ ഏറ്റെടുത്തിട്ടാണ് അവിടെ മുഴുവൻ കൃഷി സ്ഥലങ്ങളായിരുന്നു, അത് ഏറ്റെടുത്തിട്ടാണ് അന്താരാഷ്ട്ര വിമാനത്താവളം വരുന്നത്. വലിയ എതിർപ്പുണ്ടായിരുന്നു, വലിയ എതിർപ്പ്. എന്നാൽ വി ജോസഫ് കുര്യൻ എന്ന് പറഞ്ഞ IAS വിട്ടിരുന്നത്. അദ്ദേഹമാണ് അതൊക്കെ ഒരു കണക്കിൽ മാനേജ് ചെയ്ത് ഗ്രൗണ്ട് ലെവലിൽ മാനേജ്മെൻറ്റ് നടത്തിയിട്ട് അത് കൊണ്ടുവന്ന്. അപ്പോഴും വലിയ എതിർപ്പുണ്ടായിരുന്നു, വലിയ എതിർപ്പായിരുന്നു. കൃഷിക്കാരെ വെച്ചുകൊണ്ട്, തൊഴിലാളികളെ വെച്ചുകൊണ്ടൊക്കെ എതിർപ്പായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന് ശക്തമായിട്ട് എതിർത്ത് നിന്നിരുന്നു. അപ്പോൾ അത് കരുണാകരൻ എന്നിട്ട് നടപ്പിലാക്കിയ രീതിയിൽ താനും നടപ്പിലാക്കും എന്നൊരു ധിക്കാരപൂർവമായ ധാർഷ്ട്യം കൊണ്ടുകൂടിയാകാം പിണറായി അത് എന്ത് ചെയ്താലും ഞാൻ വരുത്തും എന്ന് പറഞ്ഞത്. അത് അപ്രായോഗികമാണെന്ന് അന്നേ തന്നെ ഒരുപാട് പേര് അതിനെ വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞതാണ്. കാരണം നമ്മൾ അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന പണവും അതിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്ന സൗകര്യങ്ങളും നോക്കുമ്പോൾ പണം വളരെ കൂടുതലും സൗകര്യങ്ങൾ കുറവുമാണ്, മുടക്കുമുതലുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. അപ്പോൾ ആ സ്ഥിതിക്ക് അന്ന് ബുദ്ധിയുണ്ട് എല്ലാവരും പറഞ്ഞിരുന്നത് നമുക്ക് നിലവിലുള്ള ഈ റെയിൽവേ ട്രാക്ക് തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹൈ സ്പീഡ് അല്ലെങ്കിൽ മാക്സിമം സ്പീഡിൽ പോകാവുന്ന, ഇപ്പോൾ വന്ദേ ഭാരതൊക്കെ വന്നില്ലേ, വന്ദേ ഭാരത് 2.25 മണിക്കൂറുണ്ട് നമുക്ക് തിരുവനന്തപുരത്ത് എത്താം. ചെറിയ കാര്യമല്ലല്ലോ. പിന്നെ ഇപ്പോൾ ഈ റോഡും ഒക്കെ വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് 2.5 മണിക്കൂറുണ്ട് തിരുവനന്തപുരത്ത് എത്താൻ, കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്താൻ 2.5 മണിക്കൂറും മതി. അപ്പോൾ അങ്ങനെയൊക്കെ സൗകര്യങ്ങൾ വരുന്ന സമയത്ത് നിലവിലുള്ള സംവിധാനം കുറേ കൂടി കുറ്റമറ്റതാക്കി തീർത്ത് അതിനെ ഉപയോഗിക്കുന്നതിന് പകരം ഒരു വലിയ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്ന തരത്തിൽ വന്നപ്പോൾ അത് ഇക്കണോമിക്കലി വയബിളല്ല എന്നുള്ളൊരു നിഗമനം എത്തിയിരുന്നു. പക്ഷേ പിണറായി അതിൽ ഉറച്ചു നിന്നു. അതിനുശേഷം ഇത് ഞാൻ വരുത്തുമെന്ന് പിണറായി പറഞ്ഞിരുന്നത് അല്ലാതെ വേറെ ആരും അതിനനുകൂലമായിട്ടൊരു വാക്ക് പറഞ്ഞിട്ടില്ല. റെയിൽവേ മന്ത്രിയും അതിനനുകൂലമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ നിന്ന് കത്തെഴുതുമ്പോൾ അവിടെ നിന്ന് റെയിൽവേ ഉദ്യോഗസ്ഥന്മാരൊരു മറുകത്ത് എഴുതിയിട്ട് അത് അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് അപ്രായോഗികമാണ് എന്ന് അന്നേ പറഞ്ഞിരുന്നതാണ്. കേരളത്തിലെ മഹാഭൂരിപക്ഷം പേരും പറഞ്ഞിരുന്നതാണ്, ഈ CPM ഒഴികെ
അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത്. രണ്ടാമത് സതീശൻ എടുത്തൊരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശാ വർക്കർമാർക്ക്, എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഈ ആശാ വർക്കർമാരോട് ഇത്രയേറെ ശത്രുതയും വൈരാഗ്യവും തോന്നാൻ പിണറായിക്ക് എന്തായിരുന്നു കാരണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ശരിയാണ്. കാരണം ഒരു പേഴ്സണൽ ക്രഡ്ജ് വെച്ചുകൊണ്ടാണ് പിണറായി അതിനകത്ത് ഒരു എൻമിറ്റി ഉണ്ടായിരുന്നു അതിനകത്ത്. അല്ലെങ്കിൽ അവരുടെ സമരത്തിനെ അവരെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് അന്ന് 1000 രൂപ കൊടുത്താൽ അവർ പോകുമായിരുന്നു. അതെ, 1000 രൂപയോ 2000 രൂപയോ അവർക്ക് കൊടുക്കാനായിട്ട് വയ്യാത്തൊരവസ്ഥ ഖജനാവിലും ഉണ്ടായിരുന്നില്ല. എത്രയോ രൂപ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് കൊടുക്കാമായിരുന്നതാണ്. പക്ഷേ പിണറായി ഒരുതരം ദുശാഠ്യത്തോടു കൂടി അവർക്ക് കാശ് കൊടുക്കില്ല എന്ന് പറഞ്ഞു തന്നു. അത് എനിക്ക് തോന്നുന്നു അവർ വേറെ ഏതൊരു സംഘടനയിൽപ്പെട്ടവരാണ്. SUCIയുടെ ആൾക്കാരായിരുന്നു ഞാൻ സമരം. ചോദിക്കണ ആരും ആയിക്കോട്ടെ, SUCIക്കാരും അവരും ഇവിടെ നിലനിൽക്കുന്ന മനുഷ്യർ തന്നെയാണല്ലോ. അവർക്കും അത് ഈ രാജ്യത്ത് പ്രവർത്തിക്കാനുള്ള അവകാശമുള്ളതിൻ്റെ പേരിലാണല്ലോ അവർ SUCI എന്ന് പറഞ്ഞ സംഘടനയായിട്ട് പ്രവർത്തിക്കുന്നത്. ആ സംഘടന കാരണം അവർ പാട്ടപ്പിരിവ് നടത്തി കമ്മ്യൂണിസം വരുത്തുന്ന പാർട്ടിയല്ലേ. അതെ, അത് തന്നെ. ഇതുപോലെ മാർക്സിന് ഇതുപോലൊരു അപമാനം ഉണ്ടാക്കിയ സംഘടന വേറെ ഇല്ല. മാർക്സോ ലെനിനോ സ്റ്റാലിനോ ഒന്നും ഭാവനയിൽ പോലും അല്ലെങ്കിൽ മറ്റേ ഹോച്ചിമിനോ അല്ലെങ്കിൽ മാവോയോ ആരും ഭാവനയിൽ കാണാത്ത കാര്യമാണ് പാട്ടപ്പിരിവ് നടത്തി 1-ാം തീയതി തുടങ്ങി 10-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ എറണാകുളത്ത് മുഴുവൻ പരിസര പ്രദേശത്തും പാട്ടപ്പിരിവ് നടത്തിയിട്ട് വിപ്ലവം വരുത്താൻ തീരുമാനം ആ സംഘടനയല്ലേ. അതായിരിക്കാം അവർ കാര്യമായിട്ടൊന്നും ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റിലെ പെന്തക്കോസ്ത് എന്നാണ്. കമ്മ്യൂണിസ്റ്റിലെ പെന്തക്കോസ്റ്റ് വിഭാഗമാണ്. അതാണെങ്കിൽ പോലും അവരെ വിളിച്ച് ചർച്ച ചെയ്തിട്ട് അവരുടെ ഡിമാൻഡ് ജെന്യുവിനായിരുന്നു. അവർക്ക് പൈസ ഇല്ല, അപ്പോൾ എന്തെങ്കിലും അവർക്ക് കൊടുക്കണം എന്നുള്ളൊരു ഇതിൽ അവരോട് കുറേ കൂടി മനുഷ്യത്വപരമായൊരു സമീപനം എടുക്കാമായിരുന്നു. അത് സതീശൻ എടുത്തു എന്നുള്ളത് സതീശൻ കൊടുത്തിരുന്നൊരു വാഗ്ദാനം അദ്ദേഹം പൂർത്തീകരിക്കുകയാണ്. കാരണം ഞാൻ വന്നു കഴിഞ്ഞാൽ, ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തരും, 3000 രൂപ മറ്റോ അവർക്ക് കൂട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അവർക്ക് കാര്യമായിട്ടുള്ള ഇതില്ല. ഇന്നിപ്പോൾ ഞാൻ ഇത് ഫേസ്ബുക്കിൽ അല്ല ഇത് സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മറ്റേ അതിഥി തൊഴിലാളികൾക്ക് മിനിമം ഈ ഹെൽപ്പറായിട്ട് വരുന്നവർക്ക് 950 രൂപയും അല്ലാത്തവർക്ക് 1100 രൂപയും മിനിമം വേതനം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇത് എഴുതി വച്ചേക്കണ് ഇവരുടെ കേന്ദ്രങ്ങളിൽ. അപ്പോൾ ആ അവസ്ഥയിൽ ഇവർക്ക് അതൊന്നും കിട്ടുന്നില്ല. ഇവരൊരു സമൂഹത്തിലൊരു സേവനം ചെയ്യുന്നൊരു വിഭാഗമല്ലേ. അപ്പോൾ ആശാ വർക്കേഴ്സിന് വരെയും അവരോട് കുറേ കൂടി അനുഭാവപൂർണമായൊരു സമീപനം എടുക്കേണ്ടതായിരുന്നു. അതുപോലെ തന്നെയാണ് അംഗൻവാടി ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ. അത് അവരോട് ഒരു കാരുണ്യവും കാണിക്കാതെയാണ് പിണറായി വിജയൻ പെരുമാറിയത്. അതിന് ബാലഗോപാൽ പറയണ ഞങ്ങൾ വരുമ്പോൾ 3000 ഉണ്ടായിരുന്നുള്ളൂ, അത് ഞങ്ങൾ കൂട്ടിയാണ് എത്ര 9000 മറ്റോ ആക്കിയെടുത്തത്. അതിനെക്കുറിച്ച് ആരും പറയുന്നില്ല. അതിനെക്കുറിച്ച് പറയുക എന്ന് വെച്ചാൽ ഈ 3000 രൂപയ്ക്ക് പണിതിരുന്നു എന്ന് പറയുന്നത് ഒരു അഭിമാനാർഹമായ കാര്യമല്ലല്ലോ. മിനിമം വേതനം അവർക്ക് കൊടുക്കണ്ടേ? ആ മിനിമം വേതനത്തിലേക്ക് എത്തിയില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് പറയണതെന്നും കൂടി മനസ്സിലാക്കണം. സർവ്വരാജ്യ തൊഴിലാളികളോട് സംഘടിക്കാൻ പറഞ്ഞ് അവരുടെ ആവശ്യങ്ങൾക്ക് അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് ഇന്നും അവർ പറയുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ സതീശൻ ഈ രണ്ടാമത്തെ തീരുമാനം എടുത്ത്, പിന്നെ വേറൊരു കാര്യം കൊണ്ട് എടുത്തിട്ടുണ്ടല്ലോ. ഇത് കൂടാതെ PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടിയിട്ടുണ്ട് 3 മാസത്തേക്ക്. അതാണ് പ്രധാനപ്പെട്ട ഒരു സാർ. എൻ്റെ ഒരു സംശയം അതല്ല, PSC അങ്ങനെ 3 മാസത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട്. അതായത് ഓഗസ്റ്റ് 31 അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകൾക്ക് 3 മാസം കൂടി. അല്ല, അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചു വരണം. കാരണം PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടാനുള്ള നിയമപരമായ അവകാശം സർക്കാരിനില്ല, അത് PSCക്കാണുള്ളത്. പിന്നെ ഒരു കാര്യമുണ്ട്, PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നുണ്ടെങ്കിൽ അതാകില്ല, ഒരിക്കലും ആകില്ല. കാരണം അതിനൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം കൃത്യമായിട്ട് നടപ്പിലാക്കിയാൽ മാത്രം മതി. കാരണം ഒരു വേക്കൻസി, ഒരു ഒഴിവ് വരികയാണെങ്കിൽ ആ ഒഴിവ് ഇത്ര ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ട് PSCയിൽ. അത് കൃത്യമായിട്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം. അതല്ലാതെ PSC റാങ്ക് ലിസ്റ്റ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയിട്ട് എന്താ കാര്യമുള്ളത്? സാർ, ഈ സിൽവർ ലൈൻ്റെ കാര്യത്തിൽ ഈ മഞ്ഞക്കുറ്റി കൊണ്ടുവന്ന് കുറേ വീടുകളുടെ അടുക്കളയിൽ വരെ ഇട്ടു, നമ്മളത് കണ്ടാണല്ലോ. ആൾക്കാർക്ക് ലോൺ കിട്ടാതായി, പലരുടെയും കല്യാണം മുടങ്ങി, ഫ്രീസ് ചെയ്തു. ഈ പറയുന്ന
വിദേശത്ത് പോകാൻ അല്ല പറ്റാതെ അത് വലിയ അത് ധിക്കാരവും ധാർഷ്ട്യവുമാണ് ആ കാണിച്ചത്, അഹങ്കാരമാണ് ആ കാണിച്ചത്. അവരെ കുറെ ബുദ്ധിമുട്ടിച്ചു എന്നുള്ള അതെ, അത് എന്തെങ്കിലും അതിൽ ഒരുതരം എന്താ പറയേണ്ടത്, ആനന്ദം കണ്ടു. അതിൽ ആനന്ദം കണ്ടെത്തിയിട്ടുണ്ട്. അത് പിണറായി വിജയൻ ചെയ്യേണ്ടിയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ തെറ്റായ തീരുമാനങ്ങളിലൊന്നാണ് ഈ എന്താണ് മഞ്ഞക്കുറ്റി, സിൽവർ ലൈൻ എന്നൊക്കെ ഉള്ളത് മാറ്റരുത്, നമുക്കതിനെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ മഞ്ഞക്കുറ്റി എന്ന് പറയാം. ഈ മഞ്ഞക്കുറ്റി അത് തന്നെയാണ് മറ്റേ ഇവർ ഈ ആശാ വർക്കർമാരുടെ സമരം. ഇത് പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുവാക്കൾക്ക്, അത് സതീശൻ സർക്കാർ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മൊത്തം യുവാക്കൾക്കും മൊത്തം വിദ്യാർത്ഥികൾക്കും സർക്കാരിന് ജോലി കൊടുക്കാനും കഴിയില്ല, ഒരു സർക്കാരിനും കഴിയില്ല. അത് PSC റാങ്ക് ലിസ്റ്റ് നീട്ടുക എന്നൊരു ജിമ്മിക്ക് മാത്രമാണ്. അതുകൊണ്ട് ഒരു പ്രയോജനം കാര്യമായിട്ടും ഉണ്ടാകില്ല. 3 മാസത്തേക്ക് നീട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി 3 മാസത്തേക്ക് നീട്ടിക്കഴിഞ്ഞാൽ മൊത്തം റാങ്ക് ലിസ്റ്റ് കിട്ടേണ്ടി വരും. പക്ഷേ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യത്തിൽ ഏറ്റവും ചെറ്റത്തരം ചെയ്തത് പിണറായി സർക്കാർ തന്നെയാണ്. സെലക്റ്റീവായിട്ട് ചില റാങ്ക് അങ്ങനെ നീട്ടാൻ പാടില്ല എന്നുണ്ട്, നിയമമുണ്ട്. അത് കോടതിയിൽ പോയി കോടതി അത് റദ്ദ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഈ റാങ്ക് ലിസ്റ്റ് നീട്ടിക്കൊണ്ട് പോയിട്ട് പ്രശ്നം പരിഹരിക്കുന്നതിലേക്ക് സതീശൻ പോകേണ്ടിയിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം റാങ്ക് ലിസ്റ്റ് പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കണ്ടേ, അല്ലാണ്ട് പഴയ ആൾക്കാർ തന്നെ വന്നാൽ മതിയാ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇത് ഇനി പുത്തനച്ച് പുരപ്പുറം തൂക്കുന്നത് പോലെ ആകുമോ എന്ന്. ഇപ്പം ഈ 3 കാര്യങ്ങൾ കൊണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഈ സതീശനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന മാപ്രകൾക്ക് നാളെ അച്ച് നിരത്താനും വെണ്ടക്ക നിരത്താനും ഒക്കെ ഒരു കാരണമായി എന്ന് അപ്പുറത്തേക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നതല്ല ഈ 3 തീരുമാനങ്ങളും. കാരണം മറ്റത് നടപ്പിലാക്കാൻ കഴിയില്ല. പിന്നെ ഒരു കാര്യം, അത് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്രീസിങ് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ഭൂമി ആർക്കെങ്കിലും വിൽക്കാനുള്ളവർക്ക് വിൽക്കാൻ കഴിയും, അല്ലെങ്കിൽ ലോൺ കിട്ടും. ലോൺ. പക്ഷേ ഇനിയിപ്പോൾ വേറൊരു പ്രശ്നമുണ്ട്, ഇങ്ങനെ എടുത്തിരിക്കുന്നൊരു ഭൂമിക്ക് ബാങ്കിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ബാങ്കുകാർ തരില്ല. അതൊക്കെ പോയിക്കോട്ടെ, അതൊക്കെ അവരുടെ കാര്യങ്ങൾ.